ശരിക്കും ഈ യുദ്ധം എനിക്ക് തോന്നുന്നു ട്രംപിന് മടുത്തിട്ടാണെന്ന് തോന്നുന്നില്ല. പക്ഷേ അവിടുത്തെ ആഭ്യന്തര സമ്മർദ്ദം, അതുപോലെ ഈ ഗൾഫ് രാജ്യങ്ങൾ ഇതിൻ്റെ ചെലവ് വഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ അവരെല്ലാം കൂടെ യോഗം കൂടി. മിക്കവാറും ഞങ്ങൾക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതൊന്നും തരാൻ പറ്റില്ല എന്ന്. കാര്യം ഞങ്ങളോട് ചോദിച്ചിട്ടല്ലല്ലോ അവിടെ ബോംബിടാൻ പോയത് എന്നവർ പറയുന്നുണ്ടാകാനും സാധ്യതയുണ്ട്. കാര്യം ഖത്തറും അതുപോലുള്ള രാജ്യങ്ങളെയൊക്കെ ഒരുപാട് പിറകോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു യുദ്ധമാണ് പശ്ചിമേഷ്യയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ദുബായിയും അതുപോലുള്ള സൗദി അറേബ്യ ഒക്കെ ഈ രാജ്യങ്ങൾക്കൊക്കെ തന്നെ അവർ നേടിയ വികസനം എന്ന് പറഞ്ഞാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ അമേരിക്കയും ഇസ്രായേലും തുടങ്ങി വെച്ച പശ്ചിമേഷ്യയിലെ ഈ സംഘർഷ സാഹചര്യത്തിന്റെ നിലവിലെ സാഹചര്യത്തെ സത്യത്തിൽ അമേരിക്കയുടെയും ഡൊണാൾഡ് ട്രംപിന്റെയും ഒരു കണ്ണിലൂടെ കാണാനാണ് ഇപ്പോൾ അതിന്റെ ഭാഗമാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഓവൽ ഓഫീസിൽ ഡൊണാൾഡ് ട്രംപ് ഒരു വാർത്താ സമ്മേളനം നടത്തി. അതിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇറാനിലെ അമേരിക്കയുടെ സൈനിക നീക്കം 2 ആഴ്ചയ്ക്കുള്ളിൽ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ 2 പ്രധാനപ്പെട്ട ദൗത്യമുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന് അമേരിക്കൻ ജനതയ്ക്ക് മുന്നിൽ 2 കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. എന്തിനായിരുന്നു യുദ്ധം, ഈ യുദ്ധം കൊണ്ട് എന്ത് നേട്ടമുണ്ടാക്കി. അപ്പോൾ അതിനുള്ള മറുപടി ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുക. അദ്ദേഹം പറഞ്ഞത്, ഇറാനിലെ ആണവശേഷിയെ ഞങ്ങൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ഈ യുദ്ധം തുടങ്ങിയ ശേഷം ഇത്രയും ദിവസത്തിൽ യുദ്ധം കഴിയുമ്പോൾ ഇറാൻ പൂർണ്ണമായ നാശത്തിലേക്ക്, നമ്മൾ പിന്മാറുന്നതോടുകൂടി ഇറാൻ സമ്പൂർണ്ണമായ നാശത്തിലേക്ക് കടക്കും. 2 ചോദ്യങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപ് അല്ലെങ്കിൽ അമേരിക്കൻ ജനതയുടെ പ്രധാനപ്പെട്ട 2 സംശയങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞ് തലയൂരുകയാണ് ചെയ്തിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിന്റെ അധികാരം കയ്യിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അമേരിക്ക യഥാർത്ഥത്തിൽ ശ്രമിച്ചതെങ്കിൽ അത് സാധ്യമായിട്ടേ ഇല്ല. മാത്രമല്ല, അമേരിക്ക അതെല്ലാം മറ്റുള്ള രാജ്യങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. അതായത് നേറ്റോ, അദ്ദേഹം പറയുന്നത്, ആർക്കാണോ അതുവഴി എണ്ണ കൊണ്ടുകൊണ്ട് ഇനി നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ, നിങ്ങളുടെ അവരവരുടെ സുരക്ഷ അവരവർ നോക്കണം, നിങ്ങൾ തന്നെ ഇടപെട്ട് നടത്തണം, അമേരിക്കയ്ക്ക് ഇനി അതിൽ താല്പര്യമില്ല, എൻ്റെ താല്പര്യം മുഴുവൻ അമേരിക്കൻ ജനതയാണ്. വരാൻ പോകുന്ന ഈ ഇടക്കാല തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിൻ്റെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ, അമേരിക്കയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങൾ, ഇതിനൊക്കെ കണക്ക് പറയേണ്ട നിലയിലേക്ക് ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുന്നു. ആ സമയത്ത് അദ്ദേഹം തന്ത്രപൂർവ്വം സൗകര്യപൂർവ്വം ഈ യുദ്ധത്തിൽ നിന്ന് തലയൂരാൻ ചില മാർഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ ഭാഗമായി ഏകപക്ഷീയമായി തുടങ്ങിയ ഈ ആക്രമണം ഏകപക്ഷീയമായി തന്നെ അമേരിക്കയ്ക്ക് പിൻവലിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ലോകത്തിനറിയാനുള്ളത് ഡൊണാൾഡ് ട്രംപ് നാശം വരുത്തി എന്ന് പറയുന്ന ഇറാന്റെ അവസ്ഥയാണ്. അദ്ദേഹം പറയുന്ന പോലെ ഇറാന്റെ ആണവശേഷി കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, ഇറാനുമേൽ വലിയ നാശങ്ങൾ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ, നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കുമ്പോൾ തിരിച്ചടി ഉണ്ടാകുന്നത് അമേരിക്കയ്ക്കാണോ ഇസ്രായേലിനാണോ തുടങ്ങിയ ലോകം അറിയാതിരിക്കുന്ന വസ്തുതയുടെ ഒരു കണക്കുണ്ട്. ആ കണക്കിനാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. ഒരു കാര്യം കൂടി നമുക്ക് അറിയേണ്ടി വരും, ഈ ഇസ്രായേൽ ശരിക്കും അമേരിക്ക കുഴി ചാടിക്കുകയായിരുന്നു എന്നുള്ള കാര്യവും. ദിലീപ് കുമാർ, ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രിട്ടീഷ് പത്രമായ ദ ടെലഗ്രാഫിന് നൽകിയ അഭിമുഖത്തിൽ പറയുകയാണ്, അമേരിക്ക നാറ്റോ സഖ്യത്തിൽ നിന്ന് പിന്മാറാൻ പോവുകയാണ്. അതായത് നേരത്തെ അറിയാമല്ലോ, ഈ ലോകമഹായുദ്ധങ്ങളുടെ കാലത്താണ് ഈ നാറ്റോ സഖ്യവും വാഴ്സാ സഖ്യവും, അന്ന് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അമേരിക്കൻ താല്പര്യം, അതെ, അപ്പോൾ അത് ഈ അമേരിക്കയുടെ താല്പര്യം നിലനിർത്തുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നാറ്റോ സഖ്യം തുടരുകയും ചെയ്തു. സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള സഖ്യം ശിഥിലമായി പോവുകയും ചെയ്തു. അതിന് ആളും അർത്ഥവും നൽകി സഹായിച്ചിരുന്നത് അമേരിക്കയാണ്. പക്ഷേ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുകയാണ്, ഞങ്ങൾ ആ സഖ്യത്തിൽ നിന്ന് പിന്മാറുകയാണ്. ആ സഖ്യം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. പ്രത്യേകിച്ച് ബ്രിട്ടനെയൊക്കെ കടുത്ത ഭാഷയിലാണ് ഡൊണാൾഡ് ട്രംപ് വിമർശിച്ചത്. ബ്രിട്ടന് ഒരു നല്ല നാവികസേനയില്ല, കൊള്ളാത്ത വിമാനവാഹിനി കപ്പലുകളാണുള്ളത്. ഇവർ ഞങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ ഞങ്ങളെ സഹായിച്ചില്ല. ഇറാനിലെ അണ്വായുധങ്ങൾ നശിപ്പിക്കുക എന്നതായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം. അതിന് ഒപ്പം നിന്നില്ല. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഈ നാറ്റോ സഖ്യരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഞങ്ങൾക്കൊരു താല്പര്യവും ഇല്ലാതിരുന്നിട്ടും യുക്രൈനിൽ അവിടെ റഷ്യയുടെ അധിനിവേശം നടന്നപ്പോൾ ഈ നാറ്റോ സഖ്യരാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി അവിടെ സഹായം ചെയ്തു കൊടുത്തു. ഈ നിലയിലുള്ള പരിദേവനങ്ങളാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിക്കുന്നു, ഇറാനിൽ പുതിയൊരു പ്രസിഡന്റ് വന്നിരിക്കുന്നു, പുതിയ പ്രസിഡന്റിന് കുറഞ്ഞ തീവ്രതയും കൂടുതൽ ബുദ്ധിയുമുള്ള ആളാണ്, അതുകൊണ്ട് ഈ യുദ്ധം ഒരു അവസാന ഘട്ടത്തിലേക്ക് നീങ്ങാൻ പോവുകയാണെന്നൊക്കെ പറയുകയാണ്. ഇറാൻ ആകട്ടെ ഇതിനൊന്നും വഴങ്ങിക്കൊടുക്കുന്നില്ല. ഞങ്ങൾ ഏതായാലും ഇനി ഒരു 6 മാസം കൂടി ഇറാൻ അനുവദിക്കുന്നു. കൂടെ ഇസ്രായേൽ മാത്രമേ ഉള്ളൂ, അമേരിക്കയും ഇസ്രായേലും മാത്രമേ ഉള്ളൂ എന്ന നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. സുഹൈൽ, വന്നുപെട്ടുവിനെ എങ്ങനെയെങ്കിലും ഇറങ്ങി പോകുക എന്നുള്ളത് തന്നെയായിരിക്കും ട്രംപിന്റെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വലിയ തടിയുമിൽ പിടിക്കാതെ നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന പോലെ തടിക്ക് കോട്ടം തട്ടാതെ ഇറങ്ങിപ്പോകണം. ഒന്ന്.
രണ്ട്, ഈ ട്രംപ് തുടങ്ങിയ യുദ്ധം ട്രംപ് തന്നെയാണ് ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്ന് ആദ്യമായി ട്രൂത്ത് സോഷ്യൽ ഒരു വെടിനിർത്തൽ എന്ന കണക്കിന് ഒരു പോസ്റ്റ് ഇടുന്നത്. അതിനുശേഷം നമ്മൾ കണ്ട കാര്യങ്ങൾ ആഗോളതലത്തിൽ സമാധാനത്തിന് ഒരുപാട് ചർച്ചകൾ നടന്നെന്നുള്ളതാണ്. അതായത് GCC രാജ്യങ്ങൾ, ഈജിപ്ത്, തുർക്കിയൊക്കെ അടങ്ങിയ വലിയൊരു സംഘം സമാധാന ചർച്ചകൾക്ക് ആർബിട്രേഷനായി ഇറങ്ങിയെന്നാണ്. അതിൻ്റെ ആ ആർബിട്രേഷൻ്റെ റിസൾട്ട് നാളത്തെ ഡൊണാൾഡ് ട്രംപിൻ്റെ അഭിസംബോധന ഉണ്ടാകുമെന്ന് അറിയണം. മറ്റൊരു കാര്യം, ദീപേട്ടൻ പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിച്ച് നിൽക്കുന്നു. ലോകക്രമത്തിലൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അമേരിക്ക എന്ത് തോന്നിവാസം ചെയ്താലും കൂടെ നാറ്റോ നിൽക്കും, നാറ്റോയുടെ സഹകരണം ഉണ്ടാകും എന്നൊരു തോന്നലിന് ആ ഒരു വലിയ ഐക്യത്തിന് കോട്ടം തന്നിട്ടുണ്ട്. അതോടൊപ്പം ചേർത്ത് പറയേണ്ട കാര്യം, മറ്റു സഖ്യസാധ്യതകൾ തെളിയുന്നതാണ്. ഈ ഇറാനൊക്കെ അടങ്ങുന്ന പശ്ചിമേഷ്യൻ മേഖല ഇസ്രായേൽ മറ്റ് സഖ്യങ്ങൾ തേടുന്നുണ്ട്. അത് മറ്റ് രാജ്യങ്ങളുമായി ചേർന്ന് ഇറാനെതിരെ ഒരു ലോബി ക്രിയേറ്റ് ചെയ്യാൻ ഇസ്രായേൽ ശ്രമിക്കുന്നു. അതേസമയം ഹോർമുസിൻ സംരക്ഷണത്തിനായി UAE അടക്കം ചേർന്നുകൊണ്ട് മറ്റൊരു സഖ്യ രൂപീകരണം ഉണ്ടാകുന്നത്. അത് കൂടുതൽ ഈ പറഞ്ഞ അലയൻസുകൾ രാജ്യവ്യാപകമായി ഉണ്ടാകുന്നു എന്ന പ്രത്യേകതയും ഈ യുദ്ധത്തിലുണ്ട്. ഇനി കണ്ടറിയേണ്ടി വരും എന്ത് സംഭവിക്കും, നാളെ എന്ത് ട്രംപ് പറയുമെന്നുള്ള കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.